Hello. Welcome to market discussion of the day. Today, March 26, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ച് 30 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് എന്താ പറയുക, സിമ്പിളായിട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്സസ് നടക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കോഴ്സിന് വളരെ റേറ്റ് കുറച്ചിട്ട്, നമ്മളൊരു ഓഫറിനാണ് കൊടുക്കുന്നത്. 99 റുപ്പീസാണ് ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ബേസിക്കലി അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്ന ന്യൂസ് വരാനിരിക്കുന്നു. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്കാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. സോ അത് ആ ഒരു സമയത്ത് മാർക്കറ്റിൽ ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ US ഡോളർ ഡോളർ ഇൻഡെക്സിൽ അത്രയും കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ടുള്ള ഏറ്റവും ഹൈയിൽ നിൽക്കുകയാണ് ഡോളറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ. സോ ആ ഒരു സമയത്ത് ഒരു ന്യൂസ് എങ്ങനെ വരും എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കിക്കാണും ണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. രാവിലെ 4:50 ആക്ച്വലി പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീച്ച് കൂടെ ആയിരുന്നു. സോ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് വലിയ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, വാറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച്, വാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ. സോ എന്താണ് കഴിഞ്ഞ 24 hours ഇടയ്ക്ക് പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യം, മിലിറ്ററി സ്ട്രൈക്ക് 5 ഡേയ്സിലോട്ട് എന്താ പറയുക പോസ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു 15 ദിവസത്തെ പ്രപ്പോസൽ, 15 പോയിൻറ്റ്സ് വെച്ചിട്ട് ഇറാൻ്റെ അടുത്തൊരു പ്രപ്പോസലിന് വേണ്ടിയിട്ട് US സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 1 month സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പീച്ചിനകത്തുനിന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്താണ് ഈ 15 ദിവസത്തെ പ്രീ പീസ് പ്രപ്പോസലോ അല്ലെങ്കിൽ US-ഉമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഇറാന് താല്പര്യമില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ന്യൂസ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ ദിവസം നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ കൂടെയാണല്ലേ. ഓക്കെ, സോ ബേസിക്കലി ഇന്നലെ നമുക്ക് ഈ ഒരു 5 days എന്താ പറയുക പോസ് വന്നതിന് ശേഷം നമ്മുടെ ഗോൾഡ് ഓൾമോസ്റ്റ് 4,100 വരെയൊക്കെ ഞാൻ 23 മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു 5 day പോസിന് ശേഷം മാർക്കറ്റ് റിക്കവർ ആവുകയും ഇപ്പോൾ 4,500 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിനുള്ള റീസൺ എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും ഈ വാറും ആയിട്ടുള്ള റിലേഷനാണ്, അല്ലേ. സോ ബേസിക്കലി നമുക്കറിയാം ഇത് എന്താണ്, നമ്മളുടെ വാറ് കാരണം ഓയിലിൻ്റെ പ്രൈസ് കൂടിയതിനനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ടിട്ട് തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലാണ്ടായി. സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാണ്ടായപ്പോഴത്തേക്കും ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇൻട്രസ്റ്റ് കിട്ടും, പക്ഷേ ഗോൾഡിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല. സോ അതുകൊണ്ട് ആസ് എ സേഫ് ഹെവൻ ആൾക്കാർ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തു. അതിലൂടെ ഡോളറിൻ്റെ വില കൂടി. സോ ഡോളറിൻ്റെ വില കൂടിയതിലൂടെ എന്ത് സംഭവിച്ചു, ഗോൾഡ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ എക്സ്പെൻസീവായി. ഓക്കെ, ആൾക്കാർ കൂടുതലും ഗോൾഡിന് പകരം ബോൺസ് വാങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബോൺസ് വാങ്ങാൻ തുടങ്ങി. അതിലൂടെ അവർക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈയിലായിരുന്നു. 5,400 5,600 ആയിരുന്ന ഗോൾഡ് ഇപ്പോൾ 4,500 വന്ന് നിൽക്കുന്നു. ഇതാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ള കാര്യം, അല്ലേ. സോ ബേസിക്കലി ഈ പറയുന്ന ഒരു 5 ദിവസത്തെ പോസ് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, നമ്മുടെ ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞു. ബാരലിൻ്റെ പ്രൈസ്, ഓയിലിൻ്റെ പ്രൈസ് ഇപ്പോൾ 91 നിൽക്കുന്നു. ഓൾമോസ്റ്റ് 110, നമുക്കറിയാം 101 പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലെയൊക്കെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 80, 85, 86 റേഞ്ചിലോട്ടൊക്കെ ഓയിലിൻ്റെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇപ്പോൾ 91 വന്ന് നിൽക്കുന്നു. സോ ഓയിലിൻ്റെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, സോ ഇൻഫ്ലേഷൻ
കുറയുന്നതിനനുസരിച്ച് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള അനുമാനത്തിൽ ആൾക്കാർ ഗോൾഡ് വീണ്ടും വാങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് ഇന്നലെ നടന്നതും. അല്ലെങ്കിൽ ഗോൾഡ് 4100 നിന്ന് 4500 ഇപ്പോൾ വന്ന് നിന്ന് അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, സോ ഇനിയൊരു ബിഗ് ന്യൂസ് വരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഗതി മാറാനായിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ് 4200 എന്ന് പറയും. 4200 നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആണ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരു ലോങ്ങർ ടേമിലോട്ട് വേണമെങ്കിലും ഗോൾഡ് മേടിച്ച് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു എന്താ പറയുക, ടെക്നിക്കലി അത് 4200 വരണം എന്നാൽ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ 4650 മുകളിലായിട്ട് ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ആയി പിറ്റേ ദിവസം രാവിലെ 7:30 മണിക്കും 4650 റേഞ്ചിലായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുത്ത് അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഇതൊരു ലോങ്ങർ ടേമിലോട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഷോർട്ടർ ടേം അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സോ സ്റ്റാർ ട്രേഡറിൻ്റെ ഈ ഒരു ഓഫർ 50+20 എന്ന് പറയുന്ന ഈ ഒരു ഓഫർ, അതായത് ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കൊടുക്കുന്ന ആ ഒരു ഓഫർ, അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസിന് ആദ്യത്തെ $1000 100% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കൊടുക്കുന്ന ആ ഒരു ഓഫർ ഈ ഒരു മാർച്ച് 31 കഴിയുകയാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ്, ഫണ്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് 31 മുന്നേ ഫണ്ട് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഈവൻ ഫണ്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ തൽക്കാലം ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ഇന്നത്തെ നമ്മൾ ടെക്നിക്കൽ റേഞ്ചസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD/JPY തന്നെ പോകാം. USD/JPY നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് 158.50 ടു 160.20 ആണ് ഇന്നത്തെ JPYയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് USD/JPY എടുത്തിട്ടില്ല ഞാൻ. ഓക്കെ, സോ USD/JPY 159.37 നിൽക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം 160 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 159.80 160 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അവിടുന്ന് സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു എന്താ പറയുക 160.60 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. നമുക്ക് ടേക്ക് പ്രോഫിറ്റ് 158.60 അടുത്തൊക്കെ ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബൈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് 158 അവിടെ 158 ടു 158.3 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് 157.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് 159.40 റേഞ്ചിലോട്ടൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ GBP/USD വരുമ്പോൾ 1.336.5 നിൽക്കുന്നു. ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് കാണുന്നത്, ഒരു ന്യൂട്രൽ മാർക്കറ്റാണ് നമ്മൾ GBP/USD കാണുന്നത്. ഓക്കെ, സോ ടെക്നിക്കൽ റേഞ്ച് നോക്കുകയാണെങ്കിൽ 1.3320 1.3320 ഈ ഒരു റേഞ്ചിൽ നിന്ന് 1.3450 ഇവിടെ വരെ. സോ ഈ ഒരു റേഞ്ചാണ് ടെക്നിക്കൽ റേഞ്ച് നമ്മുടെ GBP/USD കാണിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി GBP/USD എന്താ പറയുക, നമുക്കൊരു കുറച്ചുകൂടെ താഴെ കിട്ടിയിട്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. സോ ഒരു 1.3320 ടു 1.3340 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3280 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 1.3400 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ പ്രത്യേകിച്ച് സെൽ എൻട്രിയെ കുറിച്ച് പറയുന്നില്ല. വേണമെങ്കിൽ 1.3440 അടുത്ത് നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3510 അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.3370 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം.
ഓക്കെ. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരാം. യൂറോ ആക്ച്വലി ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.1570 റേഞ്ചിലാണ് യൂറോ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. സോ യൂറോ ബേസിക്കലി ഒരു ബെയറിഷ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സെൽ എൻട്രി ആണ് കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ളൊരു എൻട്രി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. അതിൽ ഇപ്പോൾ 1.157271 ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 1.1620 അടുത്തൊക്കെ സെല്ല് ചെയ്യാൻ അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് യൂറോയിൽ. ഓക്കെ. അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് നമുക്കത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, അല്ലേ? സോ യൂറോയിൽ ഇന്നും നമുക്ക് 1.1620 അടുത്ത് നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.1620 അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.1685 അടുത്തൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 1.1560 ആ റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ഞാൻ യൂറോയിൽ ബൈ എൻട്രിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ബെയറിഷാണ് മാർക്കറ്റ്, അതുകൊണ്ടിട്ട്. ഓക്കെ. പിന്നെ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, 1.1500 അവിടെ യൂറോയുടെ പ്രോപ്പറായിട്ടൊരു സപ്പോർട്ടുണ്ട്. അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതും തെറ്റില്ലാത്ത കാര്യം തന്നെയാണ്. ഓക്കെ. സോ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞ റേഞ്ചും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ ഇത് മെയിനായിട്ടും 4585 to 4600 റേഞ്ചിൽ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്കായിട്ട് വർക്കായിട്ടുണ്ട്. ഓക്കെ. സോ ഇന്നലെ ഹൈ പോയപ്പോഴും ഓൾമോസ്റ്റ് ഒരു 4602 റേഞ്ചിലോട്ടൊക്കെ ഹൈ പോയിട്ടുള്ളൂ. ഓക്കെ. 615 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് പറഞ്ഞത്. പക്കയായിട്ട് നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് ഒരു $50 മുകളിലുള്ള പ്രോഫിറ്റ് നമ്മൾ കിട്ടി. നിങ്ങളെല്ലാം എടുത്ത് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ ഗോൾഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ റേഞ്ച് അപ് ടു US സെഷനാണ് കേട്ടോ. US സെഷന് പിന്നെ ശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അത് ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ. സോ 4480 to 4570 ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിൽ നമുക്ക് ബേസിക്കലി ഒരു എന്താ പറയുക, ചെറിയൊരു ബുള്ളിഷാണ് ഇന്നത്തെ ദിവസം മാത്രം നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഓവറോൾ ബെയറിഷാണ് മാർക്കറ്റ്. ഓക്കെ. സോ 4490 4500 റേഞ്ചിൽ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 4465 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 4540 45 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ. സോ നേരെ നമ്മൾ സെൽ എൻട്രി നോക്കുന്ന ആൾക്കാർക്ക് 4560 4570 റേഞ്ചിൽ നമുക്ക് സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സ്റ്റോപ്പ് ലോസ് നമുക്ക് 4585 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 4530 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ചിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് 4485 റേഞ്ചിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എന്താ പറയുക, നമ്മളുടെ ഈ ഒരു കോഴ്സിൽ, അടുത്ത ആഴ്ചത്തെ കോഴ്സിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക്, എല്ലാ ദിവസവും ഞാൻ ടെലിഗ്രാമിൽ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് അതിൽ കയറാവുന്നതാണ്. അതിൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ. സോ അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ കയറണം എന്നുള്ള ആൾക്കാർക്ക് ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ യൂട്യൂബിൽ. അത് ത്രൂ നിങ്ങൾക്ക് കയറാവുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.